സെയിൽസിൽ പ്രൈസ് ഒബ്ജെക്ഷൻസിനെ നേരിടാനുള്ള ഒരു വഴി പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഒരു നിലപാട് പറഞ്ഞുതരാം. എന്റെ വീടിന്റെ അടുത്തുള്ളൊരു കോഴി കച്ചവടക്കാരൻ, ഞാൻ ഇടക്കിടക്കൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നടക്കുമ്പോഴുള്ള വഴിയിലാണ്, എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണാറുമുണ്ട്. 1-2 മാസമായിട്ട് ഞാൻ ഇപ്പൊ അവിടെ നിന്ന് വാങ്ങിക്കാറില്ല. കാരണമുണ്ട്, അവിടെ വില അല്പം കൂടുതലാണ്. അപ്പോ 2 ദിവസം മുമ്പ് ഞാൻ അതുവഴി നടന്നു പോകുമ്പോ ഈ കടക്കാരൻ പെട്ടെന്ന് എന്നെ വിളിച്ചു, ചേട്ടാ ഒന്ന് നിൽക്കണം ഒരു നിമിഷം. അയാള് ഓടി വന്നു, പുറത്തേക്ക് ഓടി വന്നു, എന്റെ അടുത്തേക്ക് വന്നു, എന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്തെങ്കിലും വിഷമം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ, ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്റെ താടിയിൽ പിടിച്ച് എന്റെ കയ്യിൽ പിടിച്ച് ഒരു ടച്ച്. ആ സംസാര യഥാർത്ഥത്തിൽ എന്നെ അങ്ങ് സ്റ്റംഡാക്കി കളഞ്ഞു. ഞാൻ എന്താ പറയാ, അദ്ദേഹത്തിനോട് എന്ത് കളവ് പറയേണ്ടി വന്നു. വെച്ചാ ഒരു കുഴപ്പമില്ല, എനിക്ക് പ്രൈസ് കൂടുതലായി, നിങ്ങളുടെ വില കൂടുതലാണെന്ന് പറയാനൊരു ജാള്യത. പക്ഷെ യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റം എന്റെ ഹൃദയം കവർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വീട്ടിൽ പോയി എന്റെ വൈഫിനോട് പറഞ്ഞു, വൈഫ് പറഞ്ഞു ഇടയ്ക്ക് ഇനി അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. സി, ഐദർ യു സെൽ ഓർ യു മേക്ക് എ റിലേഷൻഷിപ്പ് ആൻഡ് ദ റിലേഷൻഷിപ്പ് വിൽ സെൽ ഫോർ യു. ഒന്നുകിൽ നിങ്ങൾ വിൽക്കുക, വിറ്റില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, ആ ബന്ധം നിങ്ങൾക്ക് വേണ്ടി വിൽക്കും. എനിവേ, യു ക്യാൻ ഓൾസോ ട്രൈ ദിസ്. നല്ല റിലേഷൻഷിപ്സ് കസ്റ്റമേഴ്സുമായിട്ട് കീപ്പ് ചെയ്യുക.